ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പട നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവിനേക്കാൾ ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതവിടെ മാറ്റി വെക്കാം. ഇനി അതിലേക്ക് വേണ്ട ഇല ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചക്കയും തേങ്ങയും ശർക്കരയും കൂടിയുള്ള മിക്സാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇല ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് മാവ് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഫില്ലിംഗ് ഒന്ന് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായി പരത്തി വെച്ചു കൊടുക്കണം. എന്നിട്ട് ഓരോ ഇലയും ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ 6 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഓരോ അടയും ചുട്ടെടുക്കണം. ഇനി ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരണം. നന്നായി ചൂടായി വരുമ്പോൾ 1 or 2 അട വെച്ചു കൊടുക്കാം. അട തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോൾ അട സെറ്റായിട്ട് വരും. അപ്പോഴേക്കും നമുക്ക് അതിന്റെ ഇല ഒന്ന് മാറ്റി കൊടുക്കാം. ഇല മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുട്ടെടുക്കുന്ന ചക്കയട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.